ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ സാബു മോൻ കുറച്ചധികം തന്നെ കാര്യങ്ങൾ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ പറ്റി തന്നെയാണ്. എല്ലാവരും ഫേക്കായിട്ട് തന്നെയാണ് നിന്ന് കളിക്കുന്നത്. ഇതൊരു റിയാലിറ്റി ഷോയിൽ അപ്പം നമ്മളിവിടെ റിയൽ ആയിട്ട് വേണ്ട നിൽക്കാൻ. വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാണ് കളിച്ചു പോകുന്നത്. ഇതിലൊക്കെ എന്തൊരു ഫെയർ ആണല്ലേ ഉള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് റിയൽ ആയിട്ടുള്ള ഗെയിമേഴ്സിനല്ലേ വേണ്ടത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പിന്നെ ബിഗ് ബോസും ആ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം സമൂഹത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ഉള്ള ആൾക്കാരെയൊക്കെ തന്നെയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ അവരെയും കൂടെയൊക്കെ പരിഗണിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് സാബുമോൻ ഇവിടെ പറയുന്നത്. എന്തായാലും സാബുമോൻ കളിക്കുന്ന ഗെയിം സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കളിക്കാൻ പറ്റും. എല്ലാവരും അതേപോലെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അതിലൊരു സുഖവും ഉണ്ടാവില്ല. എല്ലാവരും പാവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാവരും ഗെയിമിന് വേണ്ടി മാത്രം അത്രയധികം തന്നെ പ്രഷർ കൊടുത്ത് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് തന്നെ വരുന്നതാണ്. പിന്നെ സാബു പറയുന്ന പോലെ തന്നെ ഇതൊരു റിയാലിറ്റി ഷോയാണ്. റിയലായിട്ട് നിന്ന് കളിക്കേണ്ട ആൾക്കാർക്ക് റിയലായിട്ട് തന്നെ നിന്ന് കളിക്കാം. ഇന്നതെല്ലാം ഫേക്കായിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിന്ന് കളിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും സാബു പറയുന്നത് ഞാൻ എന്തായാലും റിയലായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ പുറത്താവുകയാണെങ്കിൽ പുറത്തായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ സാബുമോൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വലിയൊരു ശതമാനം വോട്ടും കിട്ടുന്നുണ്ട്. ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടം വരാത്തതുകൊണ്ട് തന്നെ ആ വോട്ടെല്ലാം തന്നെ ചെന്ന് ചേരുന്നത് സാബുമോൻ്റെ അടുത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ സാബുവിന് വലിയൊരു സപ്പോർട്ടും ഈ ദിനങ്ങളിൽ നല്ല രീതിയിൽ കിട്ടി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ലൈവിൽ മത്സരാർത്ഥികളെ പറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സാബു ഇവിടെ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.